അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, അല്ലാഹു നമുക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ തരട്ടെ. 3-ാം ക്ലാസ്സിലെ ദുറൂസിലെ 8-ാമത്തെ പാഠം 1-ാം ഭാഗത്തിൽ നിന്നും ഇലൽ ലിഖാ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇലൽ ലിഖാ, വീണ്ടും കാണാം എന്നർത്ഥം. ഗുഡ് ബൈ, നമ്മൾ അയാളെ കണ്ടുകാണ്ട് പോകുമ്പോ ഗുഡ് ബൈ പറയില്ലേ, അതിനെ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇലൽ ലിഖാ. രണ്ട് വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള സംഭാഷണം, രണ്ട് പെൺകുട്ടികൾ. അപ്പൊ പെൺകുട്ടികൾ പരസ്പരം ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോ എങ്ങനെ സംസാരിക്കണം? പെൺകുട്ടി സംസാരിക്കുമ്പോഴല്ല, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോ, ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോ അറബി പദത്തിൽ വ്യത്യാസമുണ്ട്. ആണിനോട് പറയും പോലെയല്ല പെണ്ണിനോട് പറയാം. നമ്മൾ മലയാളത്തിൽ നിനക്ക് നിനക്ക് പറഞ്ഞ ആണും പെണ്ണൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇല്ലാത്തൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോ അവന് അവൾ എന്നൊക്കെ പറയും. അറബിയില് അവന് അവള് അതിന് വേറെ പദമുണ്ട്. പെണ്ണ് തന്നെ പറയുമ്പോ അൻതി അൻത എന്നും പറയും. നീ പെണ്ണോട് പറയുമ്പോ പെണ്ണാണെങ്കിൽ അൻതി എന്നായിരിക്കും, ആണാവുമ്പോ അൻത എന്നായിരിക്കും. കാനാണെങ്കിൽ ആണിനോട് ഇയാക്ക എന്നൊക്കെ പറയും, ആണിനോട് ഇയാക്കി പറയും പെണ്ണിനോട്. അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത് മുസ്ലിമീങ്ങളുടെ അഭിവാദ്യം, അതാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല, അത് അങ്ങനെയാ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ എഴുതിയതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ. സുമയ്യ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അത് നമ്മൾ അസ്സലാമു അലൈക്കും ഒരാൾ പറഞ്ഞാൽ നമ്മൾ കൂട്ടി പറയണം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഈ ഫരീദമോൾ ചോദിക്കുകയാണ്, മസ്മുക്കി, നിങ്ങളുടെ പേരെന്താണ്? ഓ ഫരീദ പറയാം, നിന്റെ പേരെന്താണ്? സുമയ്യ പറയാണ്, ഇസ്മി സുമയ്യ വ അൻതി മസ്മുക്കി. എന്റെ പേര് സുമയ്യ എന്നാണ്, നിന്റെ പേരെന്താണ്? അപ്പൊ ഇനി ഫരീദ ആൻസർ പറയണം. ഫരീദ പറയാണ്, ഇസ്മി ഫരീദ കൈഫ ഹാലുക്കി. എന്റെ പേര് ഫരീദ എന്നാണ്, നിനക്ക് എങ്ങനെയുണ്ട്? സുഖാണോ? നമ്മളെ മലയാളത്തിൽ എന്താ വർത്താനം ചോദിക്കൂലേ, അതന്നെ, സുഖാണോ? സുമയ്യ പറയാം, അന ബിഖൈർ വ അൻതി കൈഫ ഹാലുക്കി. എനിക്ക് സുഖാണ്, നിനക്ക് എങ്ങനെയുണ്ട്? ഫരീദ, ബിഖൈർ അൽഹംദുലില്ലാഹ്. മൻ ഹാദി. സുഖമാണ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇതാരാണ്? അപ്പോ സുമയ്യാന്റെ കൂടെ അവളെ ഒരു കൂടുതലാളും കൂടിയുണ്ട്. അപ്പോ പേരൊക്കെ പറഞ്ഞ് വിശേഷം അന്വേഷിച്ചപ്പോ കൂടുള്ളത് ആരാണ് ചോദിച്ചു. ഏട്ടത്തിയാണോ അനിയത്തിയാണോ അല്ല വേറെ ആരെങ്കിലും ആണെന്ന് ചോദിക്കൂലേ, ഇതാരാണ്? മൻ ഹാദി. ഇത് പെണ്ണായത് കൊണ്ടാണ് മൻ ഹാദിഹി എന്ന് പറഞ്ഞത്. ഇത് ആണാണെങ്കിൽ മൻ ഹാദ എന്നാ പറയും, പുരുഷനാണെങ്കിൽ മൻ ഹാദ അറിയും. പെണ്ണായതുകൊണ്ട് മൻ ഹാദി, മൻ ഹാദിഹി, ഇതാരാണ്? ഫരീദ. അപ്പൊ സുമയ്യ ആൻസർ പറയാണ്, ഹാദിഹി സ്വദീഖതി. ഇത് എന്റെ കൂട്ടുകാരിയാണ്, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഹാദിഹി പെണ്ണിനെ പറ്റി പറയാനായതുകൊണ്ട് ഹാദിഹി. ഇവിടെ ഒരു കൂട്ടുകാരൻ ഒരാണ് പറയാ, ആണിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാദാ സ്വദീഖി എന്നേ പറയുള്ളൂ, സ്വദീഖത്തി എന്ന് പറയൂല. അപ്പൊ ഹാദാ എന്നാവും, ഈ ഹാദിഹി പോയിട്ട് സ്വദീഖത്തി എന്നുള്ള സ്വദീഖി എന്നാവും, ഇത് എന്റെ കൂട്ടുകാരനാണെന്നാവും. ഇതിപ്പോ പെണ്ണിനെ പറ്റി പറഞ്ഞതുകൊണ്ട്, സ്ത്രീയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഹാദിഹി സ്വദീഖത്തി, ഇതെന്റെ കൂട്ടുകാരിയാണ്. ഫരീദ, മസ്മുഹ, അവളുടെ പേരെന്താണ്? അവളുടെ പേരെന്താണ്? ആണോ? മസ്മുഹ. ഇത് പെണ്ണായതുകൊണ്ടാണ്, സ്ത്രീ ആയതുകൊണ്ടാണ് ഹാ എന്ന് ചോദിച്ചത്. ഒരു ആണിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മസ്മുഹു എന്ന് ചോദിക്കുള്ളൂ. മസ്മുഹു, അവന്റെ പേരെന്താണ്? ഇത് സുമയ്യന്റെ കൂട്ടുകാരി പെണ്ണല്ലേ, അതുകൊണ്ട് മസ്മുഹ. അത് വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. മസ്മുഹ സ്ത്രീ ആയതുകൊണ്ട്, പുരുഷനാണെങ്കിൽ മസ്മുഹു.
അവളുടെ പേരെന്താണ്? അർത്ഥം സുമയ്യ. ഇസ്മുഹ ഖദീജ, അവളുടെ പേര് ഖദീജ എന്നാണ്. അല്ലോ ഇസ്മുഹ സ്ത്രീയിലേക്കായതുകൊണ്ട് ഹാ പറയും, വലിയ കുട്ടികളെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇസ്മുഹു ആണാണെങ്കിൽ ഇസ്മുഹു ഖദീജ എന്ന് പറയും, പെണ്ണായതുകൊണ്ട് ഇസ്മുഹു ഡാഷ്, പെണ്ണായതുകൊണ്ട് ഇസ്മുഹ ഖദീജ എന്ന് പറഞ്ഞു. സുമയ്യ അവളുടെ പേര് ഖദീജ എന്നാണ്. അവള് സംസാരം കഴിഞ്ഞു, അത്രേ ഉള്ളൂ, കുറേ ഒന്നും പറയാനില്ല. ഫരീദ ഇലൽ ലിഖാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വീണ്ടും കാണാം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ. സുമയ്യ ഫി അമാനില്ലാഹ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാകട്ടെ. പോയി വരിക, ഒന്നും പറ്റാതെ പോയി വരിക എന്നർത്ഥങ്ങൾ. ഫി അമാനില്ലാഹ്, നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പൊ ഈ പാഠഭാഗത്തുനിന്ന് കുഞ്ഞു മക്കൾ പഠിച്ചത് എന്താണ്? ഒരു ചെറിയ സംസാരം, രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ചെറിയ രൂപത്തിൽ. ഇത് നമ്മൾ വേറെ ഭാഷയിലും പറയണം, മലയാളത്തിൽ മാത്രം പോരാ, ഇംഗ്ലീഷിൽ പറയണം, അറബിയിൽ പറയണം, അങ്ങനെ പഠിച്ചേക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദുമാർക്ക് സർവഭാവങ്ങളും പുറത്തു തരണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ വിശാലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.